UDF സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ നിലപാട് വ്യക്തമാക്കാത്തതിനെതിരെ BJP രംഗത്ത്. നിലപാടുകളുടെ രാജകുമാരൻ എന്നവകാശപ്പെടുന്ന മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്ന് ചാത്തന്നൂർ MLA BB ഗോപകുമാർ ആവശ്യപ്പെട്ടു. 1947 ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത് അംഗീകരിക്കാത്തവരാണ് CPM എന്ന് കഴക്കൂട്ടം MLA V മുരളീധരനും വിമർശിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ UDFന്റെ ഇരട്ടത്താപ്പിനെതിരെ BJP രംഗത്ത്. നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി VD സതീശൻ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ നിലപാട് വ്യക്തമാക്കണമെന്ന് ചാത്തന്നൂർ MLA BB ഗോപകുമാർ. നിലപാടുകളുടെ രാജകുമാരനാണെങ്കിൽ ഇന്നലകളിൽ പ്രതിപക്ഷത്തിരുന്നപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഭരണപക്ഷത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ നിലപാടെന്ത്? ഏറ്റവും പ്രധാനം അവർ ഉന്നയിച്ചത് ശബരിമല വിഷയമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആ ശബരിമല വിഷയത്തിൽ അവർ പാടിയ ഈരടികളെല്ലാം നമുക്കറിയാം. ആ ശബരിമല വിഷയത്തെ സംബന്ധിച്ച് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരു വാചകം പോലും പറഞ്ഞിട്ടില്ല. ശബരിമല വിഷയത്തിന്റെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ CBI അന്വേഷണം വേണമെന്നാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ VD സതീശൻ പത്രസമ്മേളനത്തിലും കേരളത്തിലെ നിയമസഭയ്ക്കകത്തും ആവശ്യമുന്നയിച്ചത്. അതിനെക്കുറിച്ച് എന്തുകൊണ്ട് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരു വരി പോലും ഉൾപ്പെടുത്തിയില്ല? സുഭാഷ് ചന്ദ്രബോസിനെ വരെ അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ എന്താ പറഞ്ഞതെന്ന് എല്ലാവർക്കും അറിയാമെന്നും 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് അംഗീകരിക്കാത്തവരാണ് CPM എന്നും കഴക്കൂട്ടം MLA V മുരളീധരൻ കുറ്റപ്പെടുത്തി. ഇന്നലെ ഞാൻ നടത്തിയ പരാമർശത്തിന് മറുപടിയായിട്ട് കൊണ്ടുവന്നത് 1913 മറ്റു ചരിത്രമാണ്. എന്നിട്ട് പറഞ്ഞത് ഇവരുടെ പാർട്ടിയുടെ നേതാവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഒരു കാര്യം ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത സമീപനം ആദ്യം സാമ്രാജ്യത്തിന്റെ യുദ്ധമാണെന്ന് പറഞ്ഞു. അതിനുശേഷം ആ ബ്രിട്ടീഷുകാരെ സഹായിക്കുന്ന സമീപനം സ്വീകരിച്ചു എന്നുള്ളതൊരു വസ്തുതയാണ്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഇന്ത്യക്ക് വാസ്തവത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയിച്ചവരായിരുന്നു ആ കാലത്തെ കമ്മ്യൂണിസ്റ്റുകാർ. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് സഭയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ 3 അംഗങ്ങൾ ഉണ്ടായതുകൂടി കേരളത്തിന്റെ നിയമസഭയിൽ പുതിയൊരു അധ്യായം തുറക്കപ്പെട്ടിരിക്കുകയാണ്. മുതിർന്ന CPM നേതാവ് SS ബിജു ഇന്ന് BJP ചേർന്നു. BJP സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിൽ വെച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നാണ് അംഗത്വം സ്വീകരിച്ചത്. MLAമാരായ V മുരളീധരൻ, BB ഗോപകുമാർ, BJP തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ തുടങ്ങിയവർ ഷാൾ അണിയിച്ചു സ്വീകരിച്ചു. ജനം, തിരുവനന്തപുരം.